ആ വചനം ഇന്നലെ തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 6 പ്രാവശ്യം ലോഗോസ് ക്രിസ്ത്യൻ 1-ാം സ്ഥാനം നേടി. 6 പ്രാവശ്യം. അതുപോലെ നമ്മുടെ ഫറോനാപ്പള്ളിയാണ്, തൃക്കടുത്താന ഫറോനാപ്പള്ളിയിലെ സൺഡേ സ്കൂളിലെ അധ്യാപികയാണ്. എത്ര വർഷം? 17 വർഷം. ഹല്ലേലൂയ. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഫസ്റ്റ് മേടിക്കുന്നുണ്ട് അതിരൂപത തലത്തിൽ. കണ്ടോ, ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് ഏറ്റവും വലുപ്പമുള്ള അതിരൂപതയാണ്. എന്നുവെച്ചാൽ മലങ്കര കത്തോലിക്ക സഭയുടെ അത്ര ആൾക്കാരുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ അതിരൂപതയിൽ 1-ാം സ്ഥാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ ശരി ഇതാണ്. 4 ലക്ഷത്തോളം ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ ഈ സഹോദരി ഇന്നലെ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഹെബ്രായർ 10:37-38 വചനം അത് പറഞ്ഞത് കൊണ്ട് നമ്മള് ഒരു ചെറിയ സമ്മാനം പറഞ്ഞ പരിശുദ്ധ ജപമാല കൊടുത്ത്. അപ്പൊ ഇന്ന് പിടിച്ചോണേ പരിശുദ്ധ എല്ലാവരും കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. യേശുവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയുമ്പോ കരങ്ങൾ ഉയർത്തണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. മനമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വചനമേറ്റ് പറയാണ്. ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. പറഞ്ഞ് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദിവസവും ആരാ ഒരുക്കുന്നത്? ഓരോ ദിവസവും ദൈവമാണ്. എത്രയോ വ്യക്തികൾ ഇന്ന് ഇപ്പോഴേ രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, ഭർത്താവിന് പെട്ടെന്ന് ഒരു തലവേദനയുണ്ടായി. അമേരിക്കയിൽ വെച്ച്, ന്യൂജേഴ്സിയിൽ വെച്ചൊരു തലവേദന ഉണ്ടായി. ഇപ്പൊ കൊണ്ടുപോയി ഇപ്പോൾ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടർമാര് പറയുന്നത് ഈ ക്യാൻസറിന്റെ ബ്രെയിൻ ട്യൂമറൊക്കെ ആയിരുന്നു അറിയാതിരുന്നതാണെന്നുള്ളതാണ് അവരുടെ നിഗമനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്യാൻസർ വന്ന വ്യക്തി ഓർത്തോ ഡോക്ടറാണെന്നോട് ഓർക്കണം. ഭാര്യയും ഡോക്ടർ, രണ്ടുപേരും ഡോക്ടറാണ്. പക്ഷെ ഈ ഡോക്ടറിന് അറിഞ്ഞില്ല ഇദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ തന്നെയാണ് ഇയാൾ പലരെയും. അപ്പൊ മനുഷ്യന്റെ കാര്യം പറയാനൊക്കെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നത് വലിയ ദൈവത്തിന്റെ ദാനമാണ്. എന്താണ് ദാനമാണ്? ലോകത്തിലെ എല്ലാ മനുഷ്യനും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തുവാ? ദൈവമേ ഞങ്ങളെ രക്ഷിക്കണം. അല്ലേ? നിങ്ങൾക്ക് ഇസ്രായേലൊക്കെ നിങ്ങൾ പറയും, ഇസ്രായേലൊക്കെ വലിയ സംഘർഷത്തിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഭീകരർ വരുന്നത്, എപ്പോഴാണെന്നുള്ള രീതിയിൽ അവർക്ക് ആയുധമുണ്ടെല്ലാം ശരി തന്നെ. പശ്ചിമേഷ്യയൊക്കെ ഇങ്ങനെ സംഘർഷത്തിന്റെ നടുവിലാണ്. ഇതിന്റെ നടുവിലും ദൈവം നമുക്ക് സമാധാനം തരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാമോ? സ്വരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എലോയ്, ദൈവം സർവശക്തൻ, സർവവ്യാപി, എല്ലാത്തിനും അധിപനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തിക്കുക. എല്ലാവരും ഒന്ന് കരമുയർത്തിക്കുക. കാണട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പൊ ഈ യാത്രയിലുടനീളം പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കുണ്ടാകുക. ഈ യാത്രയിലുടനീളം പരിശുദ്ധ അമ്മയെ നയിക്കുക. പരിശുദ്ധമായ വേളാങ്കണ്ണി അമ്മയുടെ മണ്ണിൽ നിന്ന് നമ്മൾ പൂണ്ടിമാതാ ബസിലിക്ക പള്ളിയിലേക്ക് പോവുകയാണ്. ഇരുകരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നേറ്റ് പറയാം. പരിശുദ്ധ ദൈവം, എല്ലാവരും നേറ്റ് പറയാം. പരിശുദ്ധ
ഞങ്ങളിതാ വീണ്ടും അമ്മയെ കാണുവാൻ പൂണ്ടി മാതാ ബസിലിക്കായിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഒരമ്മയായി ഞങ്ങളുടെ കൂടെ വന്ന് അമ്മ നയിക്കണമേ. ഈ ബസ്സിനെ അമ്മയുടെ നീലകി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. എല്ലാവരും മൂന്ന് നന്മറിഞ്ഞ മറിയം, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇടത്തും വലത്തും ഇരിക്കുന്ന കൂടപ്പറപ്പിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് സന്തോഷത്തോട് പറഞ്ഞു. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞു, ഈശോ താങ്കളെ അനുഗ്രഹിക്കുന്നു. ആ സന്തോഷന്റെ കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞു, ഈശോ താങ്കളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ താങ്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നമ്മൾ ഒരു വചനം കേൾക്കുകയാണ്. ജെറമിയ 2:17. ജെറമിയ, എല്ലാവരും നേരിട്ട് പറഞ്ഞ ജെറമിയ 2:17. ഈ വചനം എടുക്കുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം. ഇന്നേക്ക് ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയില്, ശ്രദ്ധിക്കുക, ചങ്ങനാശ്ശേരിയിൽ ഗത്സമനി എന്ന് പറഞ്ഞ വാഴപ്പള്ളി ഒരു ഗത്സമനി, ഒരു കപ്പിച്ചാശ്രമം. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ശുശ്രൂഷ. അപ്പൊ ഒരു വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വെളിയിലോട്ട് വരുമ്പോൾ ഒരു യുവാവ്, നമ്മുടെ മാത്യുവിന്റെ അത്രയും പ്രായമുള്ളൂ, 24 വയസ്സ്. മാത്യുവിന് 24 അല്ലേ? മാത്യുവിന്റെ അത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. അവൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് മാതാവിനെയും വിശ്വാസമില്ല, ഈശോയും വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ല. മാതാവിന്റെ ക്ലാസ് ഞാനൊന്ന് എടുത്തായിരുന്നു. ഇവരാരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. പിന്നെ നീ ഇപ്പൊ ഇവിടെ വന്നെന്താ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു വർഗീസ് ബ്രദർ വരുന്നുണ്ട്, ഒന്ന് കണ്ടിച്ചു വന്നു. അതിനു വേണ്ടി ഞാൻ ബ്രദറിനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ അവിടെ, ഞാനിപ്പോ വരികയാണ്, പിന്നെ ആ റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ റൂമിലോട്ട് ചെന്നു. അവന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം കിട്ടിയ ഇപ്പൊ പറയാൻ പറയാം. അത് കാരണമുണ്ട്. അപ്പൊ ഇവൻ എന്തുകൊണ്ട് മാതാവിനെയും ഈശോയൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇവൻ പറയുവാണ്, 10 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പനും എന്റെ അപ്പന്റെ അനിയൻ ഉപ്പാപ്പനും ഞങ്ങളുടെ എന്റെ സഹോദരിയും പിന്നെ എന്റെ സഹോദരനും ഉൾപ്പെടെ വേളാങ്കണ്ണിക്ക് ഒരു കാർ യാത്ര പോയി. തേനി വെച്ച് വലിയൊരു ആക്സിഡന്റിൽ അവർ മരിച്ചു, 4 പേര്. എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം ഒരിക്കലും അനുവദിച്ചിട്ട് ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് കിട്ടിയ വചനമാണ് ജെറമിയ 2:17. ആ വചനം ഒന്ന് വായിച്ച സഹോദരി. ജെറമിയ 2:17 ഒന്ന് വായിച്ചേ. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. ആ വചനം പറയാണ്, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക കൊണ്ട് നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ച്. അപ്പൊ ഈ വചനം എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, എന്റെ ബ്രദറെ, എന്റെ അപ്പനും ഉപ്പാപ്പനും ഒക്കെ ശകലം മദ്യപിക്കുന്നു. അവര് കാഞ്ഞിരപ്പള്ളി ആയപ്പോഴേ ഇവർ രണ്ടുപേരും മാറി. അപ്പനും ഉപ്പാപ്പനും മാറി ഓടി. അപ്പന് കുമിളിയിൽ എത്തിയപ്പോഴത്തേക്ക് മദ്യം തലക്കി കയറി. അപ്പൊ ഉപ്പാപ്പനോട് പറഞ്ഞു, താങ്കൾ ഓടിക്കാൻ പറഞ്ഞു. ഉപ്പാപ്പന് ശരിക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. തേനി വെച്ചൊരു ടാങ്കറിന്റെ അടിയിലോട്ട് കൊണ്ട് ഇടിച്ചു കയറ്റി. അങ്ങനെ മരിച്ചത്. എന്നിട്ട് നീ എന്തിനാ ദൈവത്തെ നിഷേധിക്കുന്നതെന്ന് ചോദിച്ചു. വചനം പറയാണ്, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുക മൂലം ഇതെല്ലാം നീ സ്വയം വരുത്തി വെച്ചതല്ലേ. എല്ലാവരും കലമുയർത്തി പറഞ്ഞ്, യാത്രയിൽ
എന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുമേ. നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. 75% അപകടങ്ങളും സ്വയം വരുത്തി വെക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ വചനത്തിൽ ഇങ്ങനെ ഏറ്റു പറയണം, കർത്താവേ, എല്ലാവരും ഏറ്റു പറഞ്ഞേ, കർത്താവേ, ഈ യാത്രയിൽ അങ്ങാണ് ഞങ്ങളെ നയിക്കുന്നത്. വലതുകരമേറ്റി പറഞ്ഞേ, കർത്താവേ, ഈ യാത്രയിൽ അങ്ങാണ് ഞങ്ങളെ നയിക്കുന്നത്. ഈ ബോധ്യത്തോടുകൂടെ ഞങ്ങൾ എല്ലാ ദിവസവും യാത്ര ചെയ്യും. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറഞ്ഞേ, യാത്രയിൽ ഈശോയാണ് ഞങ്ങളെ നയിക്കുന്നത്. പറഞ്ഞു, യാത്രയിൽ ഈശോയാണ് ഞങ്ങളെ ഈ ബോധ്യത്തോട് എല്ലാ ദിവസവും ഞങ്ങൾ യാത്ര ചെയ്യുന്നു. സന്തോഷിന്റെ കൈക്കൊണ്ടൊന്ന് പിടിച്ചിട്ട് പറ, യാത്രയിലെ ഞങ്ങളെ നയിക്കുന്നത് ഈശോയാണ്. ഈ ബോധ്യത്തോട് ഇനിയുള്ള യാത്രകൾ നടത്തുന്നു. അപ്പൊ യാത്രയിൽ ഈ യാത്രയിൽ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അറിയാമോ? ഈ വചന പ്രഘോഷകര്, വൈദികര്, ഇവരൊക്കെ ശരിക്കും വചനം പറയുന്ന വ്യക്തി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ സാത്താനും നമ്മുടെ കൂടെ ഇറങ്ങും. ആരിറങ്ങും? അതുകൊണ്ടാണ് നീ വീണേക്കാം, പക്ഷെ അത് മാരകമാകത്തില്ലെന്ന് പറയും. പിശാച് നമ്മുടെ കൂടെ ഈ ലോകത്തിൽ അവനെ ബന്ധിക്കുന്നത് വരെ ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു ശക്തി, ഈ സാത്താൻ എന്ന് പറയുന്ന ശക്തിയെ ലോകത്തിലെ എല്ലാ പട്ടാളക്കാരുടെ ഒരുമിച്ച് നിന്നാലും ബന്ധിക്കാൻ പറ്റില്ല. ഈശോയുടെ നാമത്തിന് മാത്രമേ അവനെ എന്തെങ്കിലും ചെയ്യാൻ ഉള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ അന്തോണീസിന്റെ അടുക്കൽ ചെന്ന് വരെ അവൻ പരീക്ഷിക്കാൻ ചെന്നതാ. വിശുദ്ധ അന്തോണീസ് കിടന്നുറങ്ങുമ്പോഴേ ഒരു കുട്ടിച്ചെകുത്താനിരുന്ന് കാലിങ്ങനെ ചൊറിയും. അപ്പൊ അന്തോണീസ് നോക്കുമ്പോ ചെകുത്താനാണ് കാല്. നീ ആ വലത്തെ കാലോട് ഇടത്തെ കാലിൽ ചൊറിയുന്നത്, എന്റെ വലത്തെ കാലോട് ചൊറിഞ്ഞിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. ഗൗനിച്ചില്ല. ഹല്ലേലൂയ. ഇവൻ നാണം കെട്ടൊക്കെ പോയി. പ്രിയ സഹോദരങ്ങളെ, പിശാചിന് ഏത് രൂപവും എടുക്കാനാണ്. ഏത് വലിയ അമത്രേസ്യ ഉണ്ടല്ലോ, അമത്രേസ്യയുടെ അടുക്കലെ യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ ആര് ചെന്നു? സാത്താൻ ചെന്നു. അപ്പൊ അമത്രേസ്യക്ക് ക്രിസ്തു വരുമ്പോൾ വലിയ സന്തോഷമല്ലേ ഉണ്ടാകുന്നത്. പക്ഷെ ഇവൻ വന്നിട്ട് എന്താ അസ്വസ്ഥത. അപ്പൊ അമത്രേസ്യ ചോദിച്ചു, നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ കാണിക്കാൻ പറഞ്ഞു. അവര് കാണിക്കാനുണ്ടോ? അപ്പോഴേ അവൻ മറന്നു വീഴുന്നു. ഇത് നടന്ന സംഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ചെകുത്താൻ എന്ന് പറയുന്ന ഒരു സാധനം ആത്മാവ് രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ വേളാങ്കണ്ണി ട്രിപ്പില് 542 മദ്യപാനികൾ മാനസാന്തരപ്പെടുന്നത് സാത്താന് ഇതെങ്ങനെങ്കിലും ഒന്ന് മുടക്കാൻ വേണ്ടി അവൻ പല പരിശ്രമങ്ങളും നടത്തും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തു സാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കി. ഒരിക്കലും ഒരു ഈശോ 5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ അമ്മത്രേസ്യയുടെ മുറിയിൽ ചെന്നു. അമ്മത്രേസ്യയുടെ മുറിയിൽ ചെന്നിട്ട് അമ്മത്രേസ്യ ഇരുന്ന് പ്രാർത്ഥിക്കുക. അമ്മത്രേസ്യയുടെ തലയണയും ബെഡും എല്ലാം എടുത്ത് താഴെ ഇടുക. അപ്പൊ ഈ ബാലനായ ആളിനെ കണ്ടിട്ട് അമ്മത്രേസ്യക്ക് മനസ്സിലായി, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ ബാലൻ ചോദിക്കുക, നീ ആരാണ്? ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മത്രേസ്യ പറഞ്ഞു, ഞാൻ ഈശോയുടെ ത്രേസ്യയാണ്. അപ്പൊ ഈ ബാലനായ ഈശോ പറഞ്ഞു, ത്രേസ്യയുടെ ഈശോയാണ് ഞാൻ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായി. വലിയവായിൽ അമ്മത്രേസ്യ കരയുവാണ്. ഹല്ലേലൂയ. ഈ അമ്മത്രേസ്യയുടെ ഭൗതിക ശരീരം ഇതുവരെ അഴുകിയിട്ടില്ല. ഭാരതത്തിൽ ഒരു വ്യക്തിയുടെ ശരീരം അഴുകാതിരിപ്പുണ്ട്. 489 വർഷം കഴിഞ്ഞു. അറിയാമല്ലോ, ഫ്രാൻസിസ് ഉമ്മായപ്പൊടി ഇട്ട് കൊടുത്തിട്ടൂടെ അഴുകും. ഹല്ലേലൂയ. ഇതാണ്. ഇതൊക്കെ ഈ 209 ശരീരങ്ങൾ അഴുകാതിരിക്കുകയാണ്. അത് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പുണ്യമെന്ന് ചോദിച്ചാൽ അഴുകാതിരിക്കുന്ന ശരീരമുള്ള ഏക സഭ കത്തോലിക്ക സഭ. ഹല്ലേലൂയ. അഴുകാതിരിക്കുന്ന ശരീരമുള്ള ഏക സഭ കത്തോലിക്ക സഭ. ബാക്കി വിശുദ്ധന്മാരുടെ എല്ലാ ശരീരങ്ങൾ അഴുകിയിട്ടുണ്ട്. വിശുദ്ധ റീത്ത മരിച്ചിട്ട് 812 വർഷമായി, ഇപ്പോഴും അഴുകാതെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പാദ്രോപ്പിയോ ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധനാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതേ രീതിയിലിരിക്കും, ഭയങ്കര തേജസ്സായിട്ടിരിക്കും. ഹല്ലേലൂയ, കരങ്ങളേറ്റി ഹല്ലേലൂയ. അങ്ങോട്ട് നോക്കി, ഇതെന്തിനാ കാണിക്കുന്നത് പറഞ്ഞാൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഒരു ക്രൈസ്തവന് മരണമില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ക്രൈസ്തവന് മരണമില്ലെന്ന്. മരണമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീണ്ടും മരണം നമ്മളെ പ്രൊമോഷൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, മരണം പ്രൊമോഷനാന്ന് പറയാം. മരണം എന്ന് പറഞ്ഞാൽ എന്ത്? പ്രൊമോഷൻ കിട്ടി. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, എന്താ പറഞ്ഞ പൗലോസ്ലീഹ പറഞ്ഞത്? ഫിലിപ്പി 1:21, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറഞ്ഞു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. അപ്പൊ പൗലോസ് ഫിലിപ്പി 1:23 എന്താ പറയുന്നത്? ആ വചനം നമുക്കൊന്ന് സ്വീകരിച്ചിട്ട് തുടങ്ങാം. ഫിലിപ്പിയൊക്കെ എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വചനം. സൗകര്യം എടുത്ത് ഫിലിപ്പി കിട്ടുന്നവരെ, ആർക്ക് പെട്ടെന്ന് കിട്ടുന്ന അവരങ്ങ് വായിച്ചോ. ഫിലിപ്പി 1:23 കിട്ടിയോ? പെട്ടെന്ന് കിട്ടിയോ? ആ, ഫിലിപ്പി 1:23. എല്ലാവരും നേരിട്ട് പറഞ്ഞ് ഫിലിപ്പിയൊക്കെ എഴുതിയ ലേഖനം 1:23. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, വായിച്ചു. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. അതിന് മുമ്പ് ഒരു വാചനമുണ്ട്. 22 തൊട്ട് അല്ല 23 തന്നെ വായിച്ചു. 23. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. എന്റെ ആഗ്രഹം എന്നാ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? മരിച്ചാൽ ആരുടെ കൂടെ? അവരാ കേൾക്കുന്നുണ്ടോ? മരിച്ച ചില. അപ്പൊ ഞാനിത് പറഞ്ഞു എന്റെ ബ്രദറെ, എനിക്ക് മക്കളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവനൊരു കനിത്തൊഴിലാളിയായിട്ടേ പോത്തുള്ളൂ. പക്ഷെ സഭയുടെ തലവനായി മാറി. മാതാപിതാക്കളൊന്നും വേണമെന്നില്ല. നിങ്ങൾ വിചാരിക്കുക അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉന്നതത്തിൽ എത്തിക്കാനൊക്കത്തുള്ളൂ. ദൈവമാണ് ഇവരെയെല്ലാം വളർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സാധു കൊച്ചു ന്യൂദേശി പാടിയത്, അപ്പനും അമ്മയും വിടുന്നനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതിയെന്ന്. അത് മതി. ഷൈനി വിചാരിച്ചു വചനപ്രഘോഷകനാകുമെന്ന. അപ്പൊ അത് മതി. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന് രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം പറയുന്നത്, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. അതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന്. അടുത്തിരിക്കുന്ന വ്യക്തിയോടെ കൈക്ക് പിടിച്ചോണ്ട് ജീവിത പങ്കാളിയോട് പറ, മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് കൂടുതൽ. ഭാര്യയോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ, ഭർത്താവിനോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ. ഈ ബോധ്യം നമ്മളിൽ ഉണ്ടായ പിന്നെ നമുക്ക് മരണഭയമുണ്ടോ? ഈ മരണഭയം എന്താ ഉണ്ടാകുന്ന അറിയാമോ? നമ്മൾ ഈ ശരീരത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആത്മാവിന് 1-ാം സ്ഥാനം കൊടുത്താൽ പിന്നെ ആത്മാവിന് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ എന്താ? റോമാസഭയോട് പൗലോസ്ലീഹ പറയാ, ആത്മാവിനാണ് 1-ാം സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് പരിശുദ്ധമായ ജപമാല ചൊല്ലുന്നതിന് മുമ്പ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ആരും ഉറങ്ങരുതേ. പരിശുദ്ധമായ ജപമാല ചൊല്ലുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്താണ് ജപമാലയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ 6 വിശ്വാസ സത്യങ്ങളും, സമ്പൂർണ്ണ വിശ്വാസ പ്രമാണത്തിൽ 12 വിശ്വാസ സത്യങ്ങളുമാണ്. അപ്പൊ ഈ ജപമാലയുടെ വിശ്വാസ പ്രമാണമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കും. അറിഞ്ഞില്ലെങ്കിൽ ജപമാല ചൊല്ലുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹ പ്രയോജനം ലഭിക്കില്ല.
അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞു. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് ചോദിച്ചു, ആരാണ് സർവശക്തൻ എന്ന് ചോദിച്ചു. ആരാണ് സർവശക്തൻ? സർവശക്തൻ ആരാണെന്ന് ബൈബിളിൽ 2337 പ്രാവശ്യം പറയുന്നു. അതൊന്നും കുറെയൊക്കെ നമുക്ക് നോക്കാം, കുറെ കാര്യം നോക്കാം. ഒന്നാമത് യെശയ്യാ 40:12. ആരാണ് സർവശക്തൻ? എല്ലാവരും പറഞ്ഞു, ആരാണ് സർവശക്തൻ? യെശയ്യാ 40:12. എല്ലാവരും പറഞ്ഞു, യെശയ്യാ 40:12 കിട്ടിയെങ്കിൽ പെട്ടെന്ന് വായിച്ചു. വായിച്ചേ. കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുന്നു. ഇങ്ങോട്ട് ചോദിക്കൂ. ഇന്ത്യ മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇവയെല്ലാം ഒരു കൈക്കൊമ്പിൾ. രാവിലെ വെള്ളമെടുത്ത് മുഖം കഴിയോ? രാവിലെ വെള്ളമെടുത്ത് മുഖം കഴിയോ? വെള്ളമെടുത്ത് കൈ കൊണ്ട് മുഖം കഴിയോ? ഈ കൈക്കൊമ്പിളിൽ എന്തെടുക്കും? നമുക്കൊരു അറബിക്കടൽ പോലും നോക്കിയാൽ എത്തും പിടിയും കിട്ടും. അപ്പൊ ഈ കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുന്നവരും ആകാശ വിശാലതയെ 400 വർഷത്തെ ഗവേഷണങ്ങൾ നടത്തിയിട്ടും ഇനിയും കണ്ടുപിടിക്കാനുണ്ട് പലതും. അതിനെ ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുന്നവരും ഭൂമിയിലെ പൊടിയെ ഭൂമിയിലെ പൊടി. അർജുനൻ എന്ന് പറയുന്ന ഒരാൾ വേണ്ടിട്ട് അവിടുത്തെ ആ മണ്ണ് ഇതുവരെ നീക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും മണ്ണ് പോലും. ഈ ഭൂമിയിലെ പൊടി എന്തുകൊണ്ടാണ്? അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും ഈ സത്യവേദ പുസ്തകത്തിലെ നാഴിക്കകത്ത് ഉൾക്കൊള്ളുന്നവരും, നാഴിക്കകത്ത് അളവ് പാത്രം നാഴിക്കകത്ത് ഉൾക്കൊള്ളുന്നവനും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുന്നവനും കുന്നുകളെ തുലാസിൽ തൂക്കുന്നവനും ആര്? ഇവന്റെ പേരാണ് സർവശക്തൻ. പലതുകാര്യം വ്യക്തി പറഞ്ഞ് ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറ, ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സഹോദര ശകലം കൂടെ അടുത്തിരുന്ന് സന്തോഷം എടുത്തിരിക്കാമെങ്കിൽ അങ്ങോട്ട് അടുത്തിരുന്ന് അവിടെ നമ്മൾ പറ. ആരും ഒറ്റപ്പെടും. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ? ഈ ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ഭദ്രോപിയോ പറയുന്ന സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞു. നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങനെയാണോ ജപമാല? സർവശക്തൻ പൂട്ടൂലേ? സർവശക്തൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? ഉൽപ്പത്തി 1-ാം അധ്യായം എടുത്തിട്ട് പറഞ്ഞു നോക്കണം. ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്താ സ്വരമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഉണർവില്ലല്ലോ, സ്വരം പോരായല്ലോ. അപ്പൊ ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനം 11:22. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 22-ാം വചനം വായിച്ച ജ്ഞാനം 11:22. ലോകം അങ്ങയുടെ മുമ്പിൽ തരി പോലെ. ഈ ലോകം എങ്ങനെ? ത്രാസ് കിടക്കുന്ന ഒരു തരി. ത്രാസിലൊരു തരി കിടന്ന അജീവിത സാധനം ചെയ്യും. ഒരു ഊത് വെച്ച് കൊടുത്തു കണ്ടോ? ഒരു ഊതാനുള്ളത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മള് ഇതോ ദുബായിലെ 169 കെട്ടിടത്തിൽ കയറിക്കൊണ്ട് അനുഭവം വിളിച്ചു പറയും എന്തോ ഒരു അത്ഭുതമാണ്. എടാ, അതൊന്നും ഒരു അത്ഭുതമല്ല. ദൈവത്തിന്റെ മുമ്പിൽ ലോകം പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. ഒരു മഞ്ഞുതുള്ളി പോലെ ഉള്ളൂ. ഇനി അടുത്ത കാലം പറയാണ്, എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഹിസ്ബുള്ളയോടും കരുണ കാണിക്കുന്നു, തീവ്രവാദികളോട് അൽ-ഖൈദയോട് കരുണ കാണിക്കുന്നു, താലിബാനോട് കരുണ കാണിക്കുന്നു. അങ്ങ് എല്ലാവരോടും അടുത്തിരിക്കുന്ന വ്യക്തികളോട് അങ്ങ് എല്ലാവരോടും ദൈവത്തിന്റെ അനന്തം. ഈ കരുണ എന്ന് പറഞ്ഞത് എന്താ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, കരുണ എന്താന്ന് ചോദിച്ചു. ഈ കരുണയ്ക്ക് 3 ഭാവമാണ്: അനുകമ്പ, ദയ, ഹൃദയവിശാലത. എന്താണ്? ആദ്യം ഒരാളെ കണ്ടപ്പോ അനുകമ്പ എന്ന് വെച്ചാൽ അനുകമ്പ എന്ന് പറഞ്ഞാൽ എന്തുവാ? അടുത്തിരിക്കുന്ന സഹോദരന്റെ വേദന എന്റേതാണെന്ന് ഞാൻ പറയുന്നതിന്റെ പേരാണ് അനുകമ്പ. അവനെ കണ്ടു. ലൂക്ക 10:33. അവനെ അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കണ്ടിട്ട് പറഞ്ഞേ, കണ്ണുണ്ടായ പോലെ കാണാൻ പഠിക്കണം.
അവനെ കണ്ടു. അപ്പൊ അജിയെ കണ്ടു. അജി സ്വന്തമായി നല്ല വീടൊക്കെ ഉണ്ടോ? അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് കോഴിക്കോട് ധ്യാന കേന്ദ്രത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പരസ്പരം ചോദിക്കാൻ പറ്റും. അവനെ കണ്ടു. അപ്പൊ അടുത്തിരിക്കുന്ന വ്യക്തി ചോദിച്ചു, നിനക്ക് വല്ല വീട്? അവൻ പറഞ്ഞു, എനിക്കൊരു വീടൊന്നുമില്ല. ഇത് കേട്ടപ്പോ ഈ കൈക്ക് പിടിച്ച വലിയൊരു പൊളിഷൻ ഞാൻ വെച്ച് തരാതെ ധ്യാനം കഴിഞ്ഞിട്ട് വെളി വന്നു പറഞ്ഞു, എനിക്ക് വീട് വെച്ച് ഇദ്ദേഹം തരുമെന്ന് ഒറ്റ വചനം. ഇതാണ് അവനെ കണ്ടു. ആദ്യം കാണാൻ പഠിക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കരുണയുടെ ഭാവമാണ് കാണാൻ പഠിക്കണം. കാണാൻ പഠിക്കണം. അത് കഴിഞ്ഞ മദർ തെരേസയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കരയുന്ന ഒരു രംഗമുണ്ട്. എന്താ കരയുന്ന രംഗം? മദർ തെരേസയുടെ 2 സംഭവങ്ങൾ പറയാം. ഒന്നാമത്തെ സംഭവം എല്ലാവരും കരയുന്ന ഒരു സംഭവം. ഒരു ക്രിസ്മസ് വരികയാണ്. 23-ാം തീയതി അല്ല 24-ാം തീയതി രാവിലെ 5 വയസ്സുള്ള ഒരു കുഞ്ഞ് ചോദിക്കുക, മമ്മി, എന്റെ അംഗനവാടി വരുന്ന എല്ലാ അവരുടെയും വീട്ടിൽ ക്രിസ്മസ് കേക്ക് മേടിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ക്രിസ്മസ് കേക്ക്? എടാ മോനെ, നിന്റെ പപ്പ കഴിഞ്ഞ വർഷം മരിച്ചു, മമ്മിക്ക് ഒരു ക്രിസ്മസ് കേക്ക് മേടിക്കാനുള്ള പൈസ. അപ്പൊ ഈ മമ്മി പറഞ്ഞു കൊടുത്തു, എടാ പപ്പ ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ദൈവം നിനക്കൊരു ക്രിസ്മസ് കേക്ക് തരുന്നു. എന്താണ്? ഈ കൊച്ചന്റെ മനസ്സിലങ്ങ് സ്ട്രൈക്ക് ചെയ്തു. ഇവന്റെ അടുത്ത് 10-20 സ്റ്റെപ്പുള്ള ഒരു ബേക്കറി ഉണ്ട്. ഈ ചേരിക്കപ്പുറത്ത് ഒരു ബേക്കറി, വലിയൊരു ബേക്കറി. അപ്പൊ ആ ബേക്കറി അടിയിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക ബംഗാളി ഭാഷയിൽ, ദൈവമേ എനിക്കൊരു കേക്ക് ഈ ബേക്കറിയിൽ തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഈ മദർ തെരേസ 3 സിസ്റ്റേഴ്സ്, 3 ഈ ചെറുപ്പക്കാരി സിസ്റ്റേഴ്സിനെ വിടുത്തു വിടുക. ഈ കുഷ്ഠരോഗികൾ എല്ലാവർക്കും കേക്ക് മേടിക്കാൻ വേണ്ടി 3 സിസ്റ്റേഴ്സിനെ വിടുത്തു. പക്ഷെ ഈ പ്രാവശ്യം മദറൂടെ കൂടെ കൂടും. അവിടെ ചെന്നപ്പോൾ ആ ഉടമസ്ഥന് പിന്നെ അവിടെ ചെന്ന് ഈ മദറിന്റെ ഒരു പ്രത്യേകത, ഈ റോട്ടിൽ കൂടെ നടന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നടക്കും. ആരെങ്കിലും സഹായിക്കാൻ അർഹതയുള്ളവരുണ്ടോ എന്ന് നോക്കി കുനിഞ്ഞ് നടക്കത്തില്ല. മദർ ഇങ്ങനെ നോക്കും. അപ്പൊ ഈ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ കണ്ടു. അവൻ എന്തോ ഇരുന്ന് കണ്ണടച്ചു കളയുന്നു. ബംഗാളി ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ചപ്പോ പറയാ, ദൈവമേ എനിക്കൊരു കേക്ക് തരണം എന്നുള്ള പ്രാർത്ഥന. അവിടെ ബേക്കറി ചെന്നതിന് ശേഷം ബേക്കറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബേക്കറിക്കാരൻ, അയ്യോ മദർ എന്തിനാ വന്നത്? സിസ്റ്റേഴ്സിനെ വിട്ടാൽ മതിയായിരുന്നു. അതല്ല, ഞാൻ ഒരു VIP ഒരു കേക്ക് മേടിക്കാൻ വന്നു. അപ്പൊ ചോദിച്ചു, അന്ന് ജ്യോതിബാസു ഉണ്ട്, ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതിബാസുവിനാണോ? പക്ഷെ അതിലും ഉപരിയായ ഈ കേക്കെല്ലാം പൊതിഞ്ഞു കൊടുത്തത് ഈ കടമുടമസ്ഥൻ മദറിന്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ ഈ VIP ഈ അപ്പം തന്നെ കാണുക, ഏറ്റവും വലിയ VIP ആയിട്ട് വിളിക്കുന്ന അവന്റെ കയ്യിലേക്ക് തൊട്ടിട്ട് അവനെ വിളിച്ചിട്ട് കേക്ക് കൊടുത്തപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മ ദൈവമാണോ? ഇത് വായിക്കുന്ന എല്ലാ വ്യക്തികളും കരയും. അമ്മ ദൈവമാണോ? അല്ല, ഞാൻ ദൈവമല്ല മോനെ. I am only a shade of Jesus Christ. He is much more than what I am. ഞാൻ ഒരു യേശു ക്രിസ്തുവിന്റെ ഒരു നിഴൽ മാത്രമാണ്. Only shadow. അവൻ എല്ലാമാണ്. ഈ കുഞ്ഞിന്റെ ആ ഭാഗം വായിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞു പോകും. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ആദ്യം കാണാൻ പഠിക്കുക. ആ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ സങ്കടമൊന്ന് കാണാൻ പഠിക്കുക. അതാണ് ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതമൊക്കെ ഇനി മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നമ്മളൊക്കെ ഈ കരുണയുടെ ഇതാണ്. ദാനധർമ്മം നിന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും നീ മരിക്കത്തില്ല. കാരണം നീ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവനാണെങ്കിൽ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹം കിടപ്പുണ്ട്. കരമയത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കരുണ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? മനസ്സലി. ഇതാണ് മനസ്സ്. എന്താ മനസ്സ്? മനസ്സുള്ളവനാണ് മനുഷ്യൻ. മനസ്സ് എന്തുണ്ടായി? അലിഞ്ഞു. മനസ്സലിഞ്ഞപ്പോൾ എന്തുണ്ടായി? ബന്ധമുണ്ടായി. അവര് തമ്മിലൊരു ബന്ധമുണ്ടായി. എന്താ ഈ ബന്ധം? പറുദീസ എന്ന വാക്കിന്റെ അർത്ഥം ബന്ധം. എന്താണ്? എന്ന് ദൈവമായി ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് പറുദീസ.
ഞാൻ എന്റെ സഹോദരനുമായിട്ട് എന്റെ അവരനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ പർദീസായി നഷ്ടപ്പെട്ടു. പർദീസ നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടു, ഏദൻ നഷ്ടപ്പെട്ടു. ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം സൗഭാഗ്യം. ഇന്ന് കുടുംബങ്ങളിൽ സൗഭാഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നീ നഷ്ടപ്പെടുത്തി, അതുകൊണ്ടുകൂടി നിനക്ക് ഏദനും നഷ്ടപ്പെട്ടു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം സൗഭാഗ്യം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ,